ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് ഹർഷിന. നമുക്ക് എല്ലാവർക്കും അറിയാം, വയറ്റിൽ കത്രിക കുടുങ്ങി വർഷങ്ങളോളം ദുരിതപൂർണമായ ജീവിതത്തിൽ ജീവിച്ചു വരുന്ന, ഇപ്പോഴും പല പല സർജറിക്ക് ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി, അല്ലെ, ഒരു സ്ത്രീ. അപ്പോൾ ഇതിന് ഇപ്പോഴും നീതി നിഷേധമാണ്, അല്ലെങ്കിൽ നീതി കിട്ടിയിട്ടില്ല. വർഷങ്ങളായി ഇപ്പോഴും നീതി നിഷേധമാണ്. അത് ഇന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തി എല്ലാവരോടും പറയുന്നുണ്ട്. ഞാൻ പഴയ SFI പ്രവർത്തകയാണ്, SFIയിലെ പ്രവർത്തിച്ച ആളാണ്, എൻ്റെ വീട്ടുകാരെ മുഴുവൻ LDFകാരാണ്. പക്ഷേ അതിനെന്തുകൊണ്ടാണ് എന്നിട്ടും നീതി നിഷേധിക്കുന്നത്? ഇനി അടുത്ത UDF സർക്കാരല്ല, UDFിൻ്റെ കാലത്ത് നടന്നതോ അല്ല UDF സർക്കാർ വന്നതിന് ശേഷമോ ഇനി പ്രശ്നങ്ങൾ പരിഹരിക്കത്തുള്ളൂ എന്നൊക്കെയാണ് അത് പറയുന്നത്. അപ്പോൾ പത്രക്കാർ ചോദിക്കുന്നുണ്ട്, ആരോഗ്യവകുപ്പ് മന്ത്രിയെ നിങ്ങൾ കാണുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയായ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് ഈ കുട്ടിക്ക് നീതി നിഷേധിച്ചത് എന്നുള്ളൊരു വലിയ കാര്യമാണ് അത് പറഞ്ഞത്. കാരണം ഒരു റേഡിയോളജി, ഒരു വിദഗ്ധനായ റേഡിയേഷൻ ഇത് ചെയ്തപ്പോൾ, റേഡിയോളജിസ്റ്റ് സ്കാൻ ചെയ്തപ്പോഴാണ് ഈ കത്രിക കണ്ടത്. അതിനുശേഷം അയാളെ മാറ്റിയിട്ട് വൈദഗ്ധ്യം കുറഞ്ഞ ഇവരുമായിട്ട് ഇവരുടെ കാര്യങ്ങൾ ഇവർ പറയുന്നത് കേൾക്കുന്ന, ഇവർക്ക് വിധേയനായിട്ട് നിൽക്കുന്ന ഒരു റേഡിയോളജിസ്റ്റിനെ തൽസ്ഥാനത്ത് നിയമിച്ചെന്നും അയാൾ കള്ളത്തരമായ റിപ്പോർട്ടുകൾ പിന്നീട് കൊടുത്തെന്നുമൊക്കെയാണ് ഈ കുട്ടി ഇപ്പോൾ പറയുന്നത്. തീർച്ചയായിട്ടും അത് ആരോഗ്യവകുപ്പ് മന്ത്രി ഇടപെട്ടിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് നീതി നിഷേധിച്ചത്. പിന്നെ എന്തിനാണ് ഞങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രി എടുത്ത് വീണ്ടും പോകുന്നത്? ഞങ്ങൾ ഓൾറെഡി ആരോഗ്യവകുപ്പ് മന്ത്രി എടുത്ത് എല്ലാ കാര്യങ്ങളും ചെന്ന് പറഞ്ഞതാണ്. വർഷങ്ങളായിട്ട് 2 ലക്ഷം രൂപ അവർ ഞങ്ങളെ പിടിപ്പിക്കാനായിട്ട് മാക്സിമം നോക്കി, പക്ഷേ എനിക്കത് ആവശ്യമില്ല എന്നുള്ളത് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം നോമ്പായിട്ട് വീണ്ടും അത് പോയി സത്യാഗ്രഹം ഇരിക്കുകയാണ്, ഉപവസിക്കുകയോ അതോ അല്ലെ അവിടെ പോയിട്ട് സമരം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നലെ ഞാനിത് പറയാൻ കാര്യം, ഇന്നലെ നമ്മുടെ ശ്രീമതി ടീച്ചർ, അറിയാലോ, തീവ്രത ഇളക്കാൻ പോകുന്ന സ്ത്രീ ഉണ്ടല്ലോ, അമ്മായി, ആ ശ്രീമതി അമ്മായി ഉണ്ടല്ലോ, തീവ്രത എല്ലാവരുടെയും ബലാത്സംഗം നടന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരി LDFകാരാണ് ബലാത്സംഗം ചെയ്തത്, അല്ലെങ്കിൽ CPMകാർ ഉൾപ്പെട്ട ബലാത്സംഗമാണെങ്കിൽ അതിൻ്റെ തീവ്രത നോക്കിയിട്ട് മാത്രമേ പുള്ളിക്കാരി അതിന് നല്ലതാണ് അല്ലെങ്കിൽ ബലാത്സംഗമാണെന്നൊക്കെ പറയത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ തീവ്രത ഇളക്കുന്ന അമ്മായി ഇന്നലെ വന്ന് പറയുകയാണ്, അവരൊരു സ്ത്രീയാണോ, സ്ത്രീയെ വേട്ടയാടുന്നു, സ്ത്രീത്വത്തിനെ അപമാനിക്കുന്നു. അല്ലേ, ഈ മന്ത്രിമാര് സ്ത്രീയാണ് പുരുഷനാണ്, അവിടെയും ജെൻഡർ ഡിസ്ക്രിമിനേഷനോ? നോക്കണേ, പെണ്ണുങ്ങൾക്ക് നാണക്കേടുണ്ടാക്കാൻ വരുന്ന കുറേ ജന്മങ്ങൾ. മന്ത്രി എന്ന് പറഞ്ഞാൽ മന്ത്രിയാണ്, അത് ആണാവാം പെണ്ണാവാം. എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പിന്നെ ഈ മന്ത്രി കസേര വന്നിരിക്കുന്നത്? ഇതിനൊക്കെ പോയി വീട്ടിൽ ഇരുന്ന് അടുക്കളയിൽ പോയിട്ട് ചോറും കറിയും വെച്ചാൽ പോരായേ? പെണ്ണെന്ന് പറഞ്ഞ് ഇനി താഴേക്കിടയിൽ ജീവിക്കാനാണെങ്കിൽ അതാണ് ആവശ്യം. എന്നിട്ട് പോലും അവിടെയും ഈ ചോറും കറിയും വെക്കുന്ന സ്ത്രീകളുടെ ഇടയിൽ തന്നെ നല്ല വിവരവും വിദ്യാഭ്യാസവും അതുപോലെ അറിവും, വിദ്യാഭ്യാസം വേണ്ട അറിവുമുള്ള നല്ല കോമൺ സെൻസുള്ള നല്ല വീട്ടമ്മമാരുണ്ട്. അവർക്കൊന്നും പുറത്തേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇവരെ അതിന് പോലും പ്രതിഷ്ഠിക്കാൻ പറ്റില്ല. കാരണം അടുക്കളയിൽ കയറി ഒരു ചായ പോലും ഇടാൻ അറിയാവുന്ന സംശയമാണ് ഈ അമ്മായിമാർക്ക് കേട്ടോ. അപ്പോൾ പറയുന്ന ഒരു സ്ത്രീയാണ് സ്ത്രീയെ അപമാനിക്കുന്നത്. നാണവും മാനവും ഇല്ലയോ എൻ്റെ ദൈവമേ, സ്ത്രീക്കാരുടെ ഇറക്കി കളിക്കാനായിട്ട്. ഇവരൊരു സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയല്ലേ, അപ്പോൾ അവരെ അതനുസരിച്ച് വേണ്ടേ പെരുമാറാൻ. ഇന്നലെ വന്ന് വളരെ ധാർഷ്ട്യത്തോളം, എനിക്ക് പോലീസിൻ്റെ അകമ്പടിയൊന്നും വേണ്ട, എനിക്ക് പോലീസിൻ്റെ പോലീസുകാരെ എന്നെ സംരക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പാർട്ടിക്കാർ സംരക്ഷിച്ചോളും എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരും മറ്റേ പാർട്ടിക്കാരും തമ്മിൽ പ്രതിഷേധിക്കാൻ വരുന്നവരെ പാർട്ടിക്കാർ തമ്മിൽ അടിച്ച് ഭയങ്കരമായ കലാപം നടത്തിക്കോളാൻ, അക്രമം നടത്തിക്കോളാൻ. എന്തോ ഒരു അഹങ്കാരമാണ്. നാട്ടിൽ അക്രമം നടത്താനുള്ള അക്രമം നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്, പാർട്ടിക്കാർ നടത്തിക്കോളും. പിന്നെ എന്തിനാ ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ പോയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും പരിപാവനമായിട്ടുള്ള അസംബ്ലിയിലൊക്കെ പോയിട്ട് മന്ത്രി MLA ഒക്കെ ആയിട്ടിരിക്കാനുള്ള യാതൊരു തരത്തിലുള്ള യോഗ്യതയുമില്ല. എന്തോ ഒരു ധാർഷ്ട്യമാണ്. ജനങ്ങളാണ് ഇതിനൊക്കെ വോട്ട് കൊടുത്ത് അവിടെ കൊണ്ടുവന്ന് കസേരയിലിരുത്തി. ഇന്ന് ഈ പെങ്കൊച്ച് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് കേട്ടോ, കസേരയിലോട്ട് കയറുന്നത് വരെ വോട്ടിന് വേണ്ടി നമ്മുടെ മുന്നിലെല്ലാം വന്ന് കിടക്കും. അത് കഴിഞ്ഞതിന് ശേഷം വന്ന് നടക്കുമ്പോൾ വോട്ട് തന്നെ എന്ന് പറഞ്ഞ് യാചിക്കും. അതിനുശേഷം ഇവർ കസേരയിലോട്ട് കയറി ഇവർ വിചാരിക്കുന്ന ഏതാണ്ട് വലിയ ആൾക്കാരാണ് ഇവരെന്ന്. ഇവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്, കസേരയിലോട്ട് കയറുമ്പോൾ നിങ്ങളെ നിയമിച്ചിരിക്കുകയാണ്, ഞങ്ങൾ കാശ് തന്ന്, ഞങ്ങൾ ശമ്പളം തന്ന്, ഞങ്ങൾ നിയമിച്ചിരിക്കുന്ന വെറും ജോലിക്കാരും മാത്രമാണ് നിങ്ങളൊക്കെ. ഇത് മനസ്സിലാക്കാതെ വലിയ കാറി കയറി ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങി ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഏതാണ്ട് വലിയ സംഭവം എന്ന് പറയുന്നത്. നാണവും മാനവും ഉളുപ്പുമില്ലാത്ത കുറേ എണ്ണം. അതിനിപ്പോൾ ഏത് രാഷ്ട്രീയക്കാരായാലും ഞാനിത് തന്നെ പറയും കേട്ടോ. കാരണം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സേവനത്തിന് വേണ്ടിയിട്ടാണ്. ഇവർ വേറൊരു പണിക്കും പോകാതല്ല ഈ രാഷ്ട്രീയത്തിന് പോകുന്നത്. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ജോലിയാണ്. നമ്മൾ ശമ്പളമാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. നമ്മൾ മാസം തോറും നമ്മൾ ടാക്സിൽ നമ്മൾ കൊടുക്കുന്ന നികുതിപ്പണം വെച്ചിട്ടാണ് ഇവർക്ക് ശമ്പളം മുതൽ എല്ലാം. ഇവർ ഉപ്പ് തൊട്ട് കർപ്പൂരം വാങ്ങിക്കുന്നത് നമ്മുടെ കാശ് കൊണ്ടാണ്, നമ്മൾ അധ്വാനിച്ച കാശ്
കാശ് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് അല്ലേ. ഇവിടെ റോഡ് വികസിപ്പിച്ചെന്ന് പറയുന്നത്, അത് ചെയ്തെന്ന് പറഞ്ഞ്, ഇത് ചെയ്യുമെന്ന് പറഞ്ഞ്, റോഡ് പണിഞ്ഞു എന്ന് പറഞ്ഞ്, ഇവരൊക്കെ ഈ പറയുന്ന കേട്ടുകഴിഞ്ഞാൽ ഇവരുടെയൊക്കെ വീട്ടിൽ നിന്ന് അല്ല സ്ത്രീധന കാശോ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കുടുംബപരമായിട്ട് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സ്വത്തുക്കൾ കിട്ടിയതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് ചെയ്ത കണക്കാണ്. നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന ടാക്സ്, നമ്മൾ ഒരു 10 രൂപ നമ്മൾ എക്സ്ട്രാ ഉണ്ടാക്കി അതിൻ്റെ 30%, ഇപ്പോൾ 10 ലക്ഷം രൂപ എനിക്കുണ്ടെങ്കിൽ അതിൻ്റെ 30% അവർക്ക് കൊടുക്കണം അല്ലേ. അപ്പോൾ ആ ഒരു ആ ടാക്സ് കൊടുത്തിട്ടാണ് നമ്മൾ 2.5% ടാക്സാണ് ഇപ്പം പിന്നെ സ്ലാബ് അനുസരിച്ച് 12 ലക്ഷം, 7 ലക്ഷം, 5 ലക്ഷം, 7 ലക്ഷം, പിന്നെ 12 ലക്ഷം എന്നൊക്കെ പറയണം. അപ്പോൾ ആ സ്ലാബ് അടിസ്ഥാനത്തിൽ നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒരു കടുക് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. ഈ പണം വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ പറയണേ, അവരെ സഹായിക്കുക. ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ, ഡോക്ടേഴ്സ് അല്ലെ ഹോസ്പിറ്റലാണ്, ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റും. ഇപ്പോൾ ഷാഹിദ കണ്ടില്ലേ, ഇന്നലെ ഓപ്പറേഷൻ ചെയ്ത് കത്രിക എടുത്ത് കത്രികയുടെ ഒടിഞ്ഞ ഭാഗവും കൂടി കിട്ടിയിട്ടുണ്ട്. എന്താണ് ഇത്? ഡോക്ടർ ഷാഹിദ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്, അവർക്കെതിരെ കേസ് എടുത്തിട്ടില്ല. അല്ലാതെ അതിൻ്റെ വകുപ്പ് മേധാവിക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. ഒരു പിന്നെ ഇന്നലെ എന്തായാലും അവർ കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നേഴ്സിനോട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. നേഴ്സിനെയും പിന്നെ ഷാഹിദിനെയും പിന്നെ എന്താ പറയുക കേസിൽ ഒഴിവാക്കി. അപ്പോൾ ഷാഹിദയ്ക്ക് ഒരു പ്രശ്നമില്ല, ഓപ്പറേഷൻ ചെയ്ത ആൾക്ക് ഒരു പ്രശ്നമില്ല. എന്തായാലും കത്രിക ഇന്നലെ കിട്ടിയത് ആലോചിച്ച് നോക്കിയേ. ഒരു വയറ്റിനകത്ത് കത്രികയൊക്കെ വെച്ചിട്ട് തുന്നിക്കെട്ടുന്ന ആരോഗ്യ വകുപ്പാണ്. എന്നിട്ട് പറയുന്ന ഒറ്റപ്പെട്ട ഒരു സംഭവം. ഇപ്പോൾ എത്ര സംഭവമായി, എത്ര സംഭവം, 27 പേരോളം മരിച്ചു കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ 27 ആൾക്കാരോളം മരിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് ഒറ്റപ്പെട്ട സംഭവം. എന്നിവർ നന്നാവും. ഇതിനൊക്കെ അടിച്ചിറക്കി കളയേണ്ട സമയം അതിക്രമിച്ചു ഗൈസ്.